ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ റാഗി ദോശ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ഒരു ഹെൽത്തി ദോശ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് റാഗി വെള്ളത്തിൽ കുതിർത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ. അത് വെള്ളത്തിൽ കുതിർത്ത് നല്ലോണം കഴുകണം. കല്ലുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിയതിൽ കല്ലൊന്നും ഇല്ല, നല്ല ലൂസായി വാങ്ങുമ്പോൾ കല്ലുണ്ടാവും. അപ്പോൾ കല്ലൊക്കെ ഇതിലിപ്പോൾ ഒന്നുമില്ല, പക്ഷെ എന്നാലും കഴുകി ഒരു 5-6 പ്രാവശ്യം. അത് പിന്നെ ഇത് ഇത്ര ഉഴുന്നും ഉലുവയും അതും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം ഒരു ഹെൽത്തി ദോശ ഉണ്ടാക്കാം. മിക്സിയിൽ ഇതപ്പോൾ ആദ്യം ഉഴുന്നും ഉലുവ ഇട്ടു. അതൊന്ന് പകുതി അരയണ സമയത്ത് ബാക്കി നമ്മുടെ റാഗി ഇട്ടിട്ട് അരച്ചെടുത്തു കേട്ടോ. ഞാൻ ദോശ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 മണിക്കൂർ വെച്ചിട്ട്, തലേദിവസം അരയ്ക്കുകയാണെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം. എല്ലാം നമ്മൾ രാവിലെ അരയ്ക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരം ദോശ ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, കാണിച്ചു തരാം ദോശ ഉണ്ടാക്കിയിട്ട്. ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ ഉള്ളി മുറിച്ചിട്ടു, പച്ചമുളക്, കറിവേപ്പില, കൊത്തമല്ലി. നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാം. വെറുതെ ഉണ്ടാക്കാം. നമുക്ക് വെറുതെ ഒരു സാധാരണ ഒരു ദോശമാരി ഉണ്ടാക്കാം. ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അതൊരു ടേസ്റ്റ്. ഓക്കെ, നമുക്ക് നല്ല ടേസ്റ്റാണ്, നല്ലതുമാണ്, ദേഹത്തിനും നല്ലതാണ്. ഒരു ചേഞ്ച്. എപ്പോഴും നമ്മൾ അരിദോശ, അപ്പോൾ ഇത് ഒരു ചേഞ്ച്. നേരിയതായിട്ട് നമുക്ക് പരത്തി ഉണ്ടാക്കാം. ഇത് ചട്നിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റാഗി ദോശ റെഡി. നല്ല ടേസ്റ്റാണ്. നമുക്ക് തേങ്ങ ചട്നിയും അധികം വെള്ളമില്ലാത്ത കട്ടി ചട്നിയും ചട്നി പൗഡറും കൂടിയിട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ. സൂപ്പറായിട്ടുണ്ട്, ഹെൽത്തിയുമാണ്. അതാണ് ഒരു വ്യത്യാസമല്ലേ എപ്പോഴും അരി ദോശ കഴിക്കുമ്പോൾ. ചിലപ്പോൾ അരിയേ ചേർന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു അരി ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കിട്ടില്ല, എടുത്താൽ കിട്ടില്ല. നന്നായി എടുത്താലും കിട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഞാൻ വേറെ അടുത്ത ഹെൽത്തി ദോശയായിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.